ഈ മാസത്തെ വൈദ്യുതി ബിൽ സർചാർജ് ഈടാക്കുമെന്ന് KSEB. 19 പൈസയാണ് സർചാർജായി ഈടാക്കുക. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പും പിൻവലിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഉത്തരവിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് പുറത്തിറക്കി. പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്ന സർക്കുലർ. KPCC യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് K. മുരളീധരൻ. TN പ്രതാപനും ജോസ് വള്ളൂരും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയെന്ന് മുരളീധരൻ. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കും. അധ്യയന വർഷം തുടങ്ങും മുൻപ് സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വൈദ്യുതി നിയന്ത്രണത്തിന് പിന്നാലെ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി സർചാർജും. നിലവിലുള്ള 9 പൈസ സർചാർജിന് പുറമെ ഈ മാസം യൂണിറ്റിന് 10 പൈസ കൂടി അധികം സർചാർജ് ഈടാക്കും. അതേസമയം മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഫലം കണ്ടു തുടങ്ങിയതായി വൈദ്യുതി വകുപ്പ് മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസം 200 മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതായാണ് കണക്ക്. 2 ദിവസം കൂടി ഉപഭോഗ കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം നിയന്ത്രണം തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇന്നലെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് മുന്നറിയിപ്പ് പിൻവലിച്ചു. പകരം ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് പുറത്തിറക്കി. കള്ളക്കടൽ പ്രതിഭാസത്തിന് വരും ദിവസങ്ങളിലും സാധ്യത ഉണ്ടെന്നും അതിജാഗ്രത തുടരണമെന്നുമാണ് നിർദ്ദേശം. ഇന്ന് രാത്രി 8 മണിയോടെ കേരള തീരത്ത് കടലാക്രമണ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മത്സ്യബന്ധനത്തിന് പോകുന്നവരും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും തീരത്ത് കിടന്നുറങ്ങരുത് എന്നുമുള്ള മുന്നറിയിപ്പും തുടരും. മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് കൊടും ചൂടിന് ആശ്വാസം. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു. താപനില മുന്നറിയിപ്പ് തുടരും. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരും. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ ഉത്തരവിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് പുറത്തിറക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യപ്രകാരമുള്ള ഇളവുകൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയത്. പുതിയ സർക്കുലർ പ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30-ൽ നിന്ന് 40 ഉയർത്തി. 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവ് നിബന്ധനയ്ക്ക് വിധേയമായി ഇളവ് വരുത്തി. 6 മാസം കൂടി 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനം ഉപയോഗിക്കുന്നതിന് അനുമതി നൽകി. പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും പുതിയ സർക്കുലറിൽ പറയുന്നു. KPCC നേതൃയോഗത്തിൽ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തുറന്നടിച്ച് K. മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് മുരളീധരൻ പറഞ്ഞു. മുതിർന്ന നേതാക്കളായ TN പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവരുടെ പേരെടുത്തു പറഞ്ഞാണ് മുരളീധരന്റെ വിമർശനം. ഇരുവരുടെയും സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. തെരഞ്ഞെടുപ്പ് പ്രവർത്തന ചെലവ് ഇരട്ടിയായെന്ന് ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി എന്നിവരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് മുരളീധരന്റെ വിമർശനം. അതേസമയം K. മുരളീധരൻ തൃശൂരിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് യോഗം വിലയിരുത്തി. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കും. അധ്യയന വർഷം തുടങ്ങും മുൻപ് സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തി ഫിറ്റ്നസ് ലഭ്യമാക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ബോർഡുകൾ, ഹോർഡിംഗ്സ് എന്നിവ മാറ്റണമെന്നും നിർദ്ദേശിച്ചു. കാട്ടകാമ്പാൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിച്ചാൽ കടവ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. നൂറാടിത്തോട്ടിൽ വെള്ളം വറ്റിയത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി. മഴക്കാലത്തിന് മുൻപ് തോട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണ് കരാറുകാർ.
2018 നിർമ്മാണം തുടങ്ങിയ കരിച്ചാൽക്കടവ് പാലം കം ചെക്ക് ഡാം നിർമ്മാണം ഇഴയുന്നത് TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1.5 വർഷമാണ് നിർമ്മാണ കാലാവധി നിശ്ചയിച്ചിരുന്നത് എങ്കിലും 5 വർഷം കഴിഞ്ഞിട്ടും പണി പൂർത്തിയായില്ല. ഇതോടെ സർക്കാർ മുൻകൈയെടുത്ത് കരാറുകാരനെ മാറ്റിയിരുന്നു. തോട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ അപ്രോച്ച് റോഡിന്റെയും മറ്റും പണി പൂർത്തിയാക്കാൻ കഴിയും. പതിറ്റാണ്ടുകളായുള്ള ആവശ്യം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വേലിക്കെട്ടുകൾ തീർത്ത മതവിശ്വാസ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന സ്ഥിതിയിൽ നിന്ന് മോചനം ആവശ്യമാണെന്ന് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവാപ്പുഴയുടെ തീരത്ത് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷിക വേളയിൽ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച സർവമത സമ്മേളനം ശതാബ്ദി സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതമേലധികാരികളും രാഷ്ട്രീയ അധികാര ശക്തികളുമായുള്ള കൂട്ടുകെട്ട് മതത്തിന്റെ അന്തസത്തയെ തന്നെ ഇല്ലാതാക്കുന്നതാണെന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത സാഹിത്യകാരി സാറ ജോസഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സ്ഥാനാർത്ഥികൾ ആദ്യം കാണാൻ എത്തുന്നത് മതമേലധികാരികളെയാണ്, ജനങ്ങളെയല്ല എന്നും മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തുന്നത് ശരിയായ പ്രവണതയല്ല എന്നും സാറ ജോസഫ് അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, ഷൗക്കത്ത്, VK രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 2 ആഴ്ചയിലേറെയായി കുടിവെള്ളം എത്തുന്നില്ലെന്ന് പരാതി. വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന വെള്ളം വില കൊടുത്തു വാങ്ങിയാണ് പല കുടുംബങ്ങളും ഉപയോഗിക്കുന്നത്. അന്നാമ്പാടം കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഈ ഭാഗത്തേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്നത്. 2 ആഴ്ച മുമ്പ് പദ്ധതിയുടെ പമ്പ് ഹൗസിലുള്ള മോട്ടോർ തകരാറിലായതോടെയാണ് കുടിവെള്ള വിതരണം അവതാളത്തിലായത്. മോട്ടോർ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ച് പമ്പിംഗ് പുനരാരംഭിച്ചിട്ടും കോടാലി ടൗണിലേക്ക് വെള്ളം എത്തിയില്ല. വിതരണ പൈപ്പിലുണ്ടായ ചോർച്ചയാണ് ഇതിന് കാരണം. പൈപ്പ് വെള്ളം കിട്ടാതായതോടെ 1000 ലിറ്ററിന് 400 രൂപ നിരക്കിൽ വെള്ളം വില കൊടുത്തു വാങ്ങിയാണ് പല കുടുംബങ്ങളും വ്യാപാരികളും ഉപയോഗിക്കുന്നതെന്ന് പ്രദേശവാസിയായ VK കാസിം പറഞ്ഞു. അതെ, കോടാലിയിലെ ധാരാളം കുടുംബങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ വെള്ളം വില കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും വെള്ളം വരാത്തതുകൊണ്ട് ഈ 250ഓളം വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ ദുരിതത്തിലാണ്. ജല അതോറിറ്റിക്ക് കീഴിലെ കരാറുകാർ സമരത്തിലായതിനാൽ സമയബന്ധിതമായി പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അന്നാമ്പാടം പമ്പ് ഹൗസിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈൻ കടന്നുപോകുന്ന വഴിയിൽ പലയിടത്തും ചോർച്ചയുണ്ട്. കാലപ്പഴക്കം വന്ന പൈപ്പാണ് ഇവിടെയുള്ളത്. ഒരിടത്ത് ചോർച്ചയുണ്ടായാൽ അത് അറ്റകുറ്റപ്പണി നടത്തി അടച്ചാൽ വൈകാതെ മറ്റൊരിടത്ത് പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെടുന്നത് പതിവാണ്. കാലങ്ങളായി ഇതാണ് അവസ്ഥ. ഗുണനിലവാരമുള്ള പൈപ്പുകൾ സ്ഥാപിച്ച് ജലവിതരണ ശൃംഖല നവീകരിച്ചാലേ പ്രദേശത്തെ ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കാനാവൂ എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പൈപ്പ് ലൈനിലെ അറ്റകുറ്റപ്പണി വേനൽക്കാലം വരുന്നതിന് മുൻപേ പൂർത്തീകരിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പൊതുപ്രവർത്തകനായ ആൻഡ്രു ചെമ്മിഞ്ചേരി പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം. അതുമാത്രമല്ല, ഈ വേനൽക്കാലം ആകുമ്പോഴാണ് ഉള്ള റിപ്പയറുകളും കാര്യങ്ങളൊക്കെ നടക്കണേ. ഇതൊക്കെ വേനൽക്കാലത്ത് ഉപയോഗിക്കണം. ഇതൊക്കെ ഭാവിയിൽ ആവശ്യമാണ്. എല്ലാ പുരോഗതിയുടെ ഒപ്പം കുടിവെള്ളത്തിൻ്റെ പുരോഗതി ഉണ്ടാവണം എന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രാപ്തി നമുക്ക് വേണം. പൈപ്പിൽ വെള്ളം എത്താത്തതിനാൽ ദിവസങ്ങളായി ദുരിതമനുഭവിക്കുകയാണെന്ന് കോടാലി ടൗണിൽ ചായക്കട നടത്തുന്ന ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ 2 ആഴ്ചയായി ഇവിടെ ഈ ചായക്കടയിൽ വെള്ളം മുടങ്ങി പൈപ്പ് വെള്ളം കൂടി കിട്ടും. ഇതിപ്പോൾ ഈ ചായക്കടയിലത്തെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വെള്ളം ഇല്ലാണ്ട് ക്ലാസ് കഴിയാൻ ഒന്നും പറ്റില്ല. ഇപ്പം 3 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ അവിടെ നിന്നിട്ട് ഞാൻ വെള്ളം കൊണ്ടുവന്ന് ചായക്കട നടത്തുന്നത്. ആ ബുദ്ധിമുട്ടൊന്നും ഉദ്യോഗസ്ഥന്മാരൊന്നും മനസ്സിലാക്കിയാൽ നല്ലത്. 2 ആഴ്ച കഴിഞ്ഞു ഇവിടേക്ക് കുടിവെള്ളത്തിൻ്റെ കാര്യം ഈ ചായക്കട ഇവിടുത്തെ കടകളിലേക്ക് മാത്രമല്ല ഒറ്റ കടകളിലേക്കും ഇല്ല ഹോട്ടലുകാർ. 2 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കി വിൽക്കുന്നത്. അന്നാമ്പാടം പദ്ധതിക്ക് പുറമെ കിഴക്കേ കോടാലിയിലുള്ള മറ്റത്തൂർ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെയും ആറ്റപ്പള്ളിയിലുള്ള കാവനാട് ശുദ്ധജല വിതരണ പദ്ധതിയുടെയും പമ്പ് ഹൗസുകളിൽ സ്പെയർ മോട്ടോറുകൾ ഇല്ല. 3 പദ്ധതികൾക്കുമായി ഒരു സ്പെയർ മോട്ടോർ ലഭ്യമാക്കിയാൽ മോട്ടോർ തകരാറ് മൂലം ജലവിതരണം തടസ്സപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാനാകുമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. TCV ന്യൂസ്, കൊടകര. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ ചോങ്കുളത്തിൽ വെള്ളമെത്താത്തത് മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാക്കുന്നു. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ തുമ്പൂർമുഴി സ്റ്റോറേജ് ഡാമിൽ നിന്ന് തുടങ്ങുന്ന വലതുകര കനാലിന്റെ ശാഖയാണ് മറ്റത്തൂർ കനാൽ. മാരാങ്കോട് മുതൽ മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറി വരെ 19 കിലോമീറ്റർ നീളമാണ് മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് ഉള്ളത്.
മറ്റത്തൂർ പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പടിഞ്ഞാട്ടുമുറിയിൽ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ചിട്ടുള്ള ചോങ്കുളത്തിലാണ് കനാൽ ഒഴുകി അവസാനിക്കുന്നത്. ഏതാനും വർഷം മുൻപ് വേനലിലും ചോങ്കുളം ജലസമൃദ്ധമായിരുന്നു. വേനൽക്കാലത്ത് കനാലിലേക്ക് തുറന്നുവിടുന്ന വെള്ളം വാലറ്റത്തുള്ള ചോങ്കുളത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറിയിലും പരിസരത്തുമുള്ള കർഷകർ ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. വേനൽക്കാലത്ത് പ്രദേശത്തെ കിണറുകളിലും കുളങ്ങളിലും ജലവിധാനം നിലനിർത്തുന്നതിനും ചോങ്കുളത്തിലെ ജലസമൃദ്ധി ഉപകാരപ്പെട്ടിരുന്നു. പിന്നീട് ചോങ്കുളത്തിലേക്ക് വേനലിൽ കനാൽ വെള്ളം എത്താതായി. വേനലിൽ വെള്ളമെത്താറില്ലെങ്കിലും മഴക്കാലമായാൽ കനാലിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ അത്രയും ഏറ്റുവാങ്ങാനുള്ള ദൗർഭാഗ്യം ചോങ്കുളത്തിനാണ്. വറ്റിവരണ്ട് കിടക്കുന്ന ചോങ്കുളം പ്രദേശത്തെ കുട്ടികളുടെ കളിക്കളമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. വാഴാനി ഡാമിൽ ആവശ്യമായ വെള്ളമുണ്ടായിട്ടും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് കുടിവെള്ളം തുറന്നു വിടുന്നില്ലെന്ന് ആക്ഷേപം. കുടിവെള്ളം തുറന്നു വിടാത്തതിനെ തുടർന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ വടക്കാഞ്ചേരി ഇറിഗേഷൻ ഓഫീസിൽ എത്തി പ്രതിഷേധിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ, ആസാദ്, കെ ടി ജോയ്, വൈശാഖ്, നാരായണസ്വാമി, സന്ധ്യ കൊടക്കാടത്ത്, ജിജി സാംസൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അടിയന്തരമായി വെള്ളം തുറന്നുവിട്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയെ കുന്നംകുളം പൗരാവലിയും സാംസ്കാരിക സംഘടനകളും ചേർന്ന് നാളെ ആദരിക്കും. കുന്നംകുളം കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആദരം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന ആദര സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ കുന്നംകുളം കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് വി കെ ശ്രീരാമൻ, സെക്രട്ടറി കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട്, പി ജി ജയപ്രകാശ്, പി എസ് ഷാനു, പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം സംസ്ഥാന കമ്മിറ്റി യോഗം തൃശൂരിൽ ചേർന്നു. 4 മാസമായി കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ ഉടനെ വിതരണം ചെയ്യണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന കമ്മിറ്റി പാസാക്കി. പ്രൊഫസർ എൻ ഗോപിനാഥൻ പിള്ള അധ്യക്ഷനായിരുന്നു. പി കുമാരൻ, കെ ടി രതീശൻ, എ പി വാസുദേവൻ നായർ, വി പി ചാത്തു എന്നിവർ സംസാരിച്ചു. വിയ്യൂർ ഗ്രാമീണ വായനശാലയുടെ ബാലവേദിയുടെ വേനൽക്കാല അവധി ക്യാമ്പ് കോർപ്പറേഷൻ കൗൺസിലർ രന്യ ബൈജു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ എഫ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ എം ഹരിദാസ്, സെക്രട്ടറി പി ഉദയകുമാർ, കൺവീനർ വി ബി ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. കൂമ്പുഴ പാലത്തിനു സമീപം ചെമ്മന്തിട്ട പാടശേഖരത്തോട് ചേർന്നും അക്കിക്കാവ് പ്രദേശത്തും സൗന്ദര്യവൽക്കരണം നടത്താൻ തീരുമാനം. ജിയോ ടെക്സ്റ്റൈൽ, ജിയോ സെൽ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന കേച്ചേരി അക്കിക്കാവ് റോഡ് നിർമ്മാണം കിഫ്ബി ഉന്നതതല സംഘം സന്ദർശിച്ചതിനെ തുടർന്നാണ് തീരുമാനം. കിഫ്ബി പദ്ധതിയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നവീകരണത്തിലാണ് പൊതുമരാമത്ത് വിഭാഗം ആധുനിക രീതിയായ ജിയോ ടെക്സ്റ്റൈൽ, ജിയോ സെൽ അവലംബിച്ചിരിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത്. കേച്ചേരി അക്കിക്കാവ് റോഡിന്റെ 1.2 കിലോമീറ്റർ നീളത്തിൽ വീതിയായ 9 മീറ്ററോളം ആവശ്യമായ രീതിയിൽ മണ്ണ് ബലപ്പെടുത്തുകയും ആവശ്യമായ ലാബ് പരീക്ഷണങ്ങൾ നടത്തി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ജിയോ ടെക്സ്റ്റൈൽ വിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമൂലം ഈ പ്രവൃത്തി പരിസ്ഥിതി സൗഹാർദ്ദ പ്രവൃത്തി കൂടിയാണ്. കുന്നംകുളം, മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ബൈപ്പാസ് റോഡിന് 9.88 കിലോമീറ്റർ നീളമാണുള്ളത്. നവീകരണം പൂർത്തീകരിക്കുന്നതോടെ തൃശ്ശൂരിൽ നിന്നും കേരളത്തിൻ്റെ ഉത്തരമേഖലകളിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങളെ ഒഴിവാക്കിയും 4 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാനാകും. ജിയോ ടെക്സ്റ്റൈൽ, ജിയോ സെൽ ഉപയോഗിച്ചുള്ള റോഡിൻ്റെ പ്രവൃത്തികൾ പട്ടിക്കര മുതൽ ചിറനല്ലൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. 2018-19 വെള്ളപ്പൊക്കം ഉയർന്ന തോതിൽ ബാധിച്ച ഈ റോഡിലെ ചിറനല്ലൂർ, കുമ്പുഴ ഭാഗങ്ങളിലെ റോഡിൻ്റെ അടിത്തറ ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ജിയോ ടെക്സ്റ്റൈൽ, ജിയോ സെൽ രീതി ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. കയ്പമംഗലം കാക്കാത്തുരുത്തി ബദർ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി സ്നേഹാദരം സംഘടിപ്പിച്ചു. പാണക്കാട് ഫസൽ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് പി എ അബ്ദുൾ അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ അൻവരി, കെ ഉമർ സാഅദി, മദ്രസ പ്രസിഡന്റ് MH മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ബുധനാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KM രവീന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് KD ജോസഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സുകുമാർ അഴീക്കോട് ജന്മദിനാഘോഷവും പൊതുജനങ്ങൾക്കായി പ്രസംഗ മത്സരവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 11-നാണ് പ്രസംഗ മത്സരം. സംഘാടക സമിതി ചെയർമാൻ ജയരാജ് വാര്യർ, K രാജൻ തലോർ, സലീം T മാത്യൂസ്, TV അനന്തനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കേന്ദ്രീയ സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസിന്റെയും ശിക്ഷാ സംസ്കൃത ഉദ്യാന്യാസിന്റെയും ആഭിമുഖ്യത്തിൽ തിങ്കൾ ചൊവ്വ തീയതികളിൽ ദേശീയ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. 2 ദിവസങ്ങളിലായി ഗുരുവായൂർ ക്യാമ്പസിൽ നടക്കുന്ന ശില്പശാല തിങ്കളാഴ്ച രാവിലെ 10-ന് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്യും. ശില്പശാലയിൽ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കും. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല ഡയറക്ടർ ഗോവിന്ദ പാണ്ഡെ, കെ വിശ്വനാഥൻ, മധുസൂദനൻ, പ്രിയേഷ് കുമാർ, ഡോക്ടർ NC ഇന്ദുചൂടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടികയറുമെന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അറിയിച്ചു. കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല കൊടിയേറ്റം നിർവഹിക്കും. തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായമായ സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നിർവഹിക്കും. തിരുനാൾ ദിനമായ 14-ന് രാവിലെ 10:15-ന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും. ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ, സിസ്റ്റർ ബിൻസി, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ബിനൻ താണിപ്പള്ളി, ആന്റണി കല്ലറയ്ക്കൽ, ജോഷി പടമാട്ടുമൽ, അലക്സ് പള്ളിയിൽ, PM ആന്റണി, PJ ജിൽജോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എയ്യാൽ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക ആറാട്ട് മഹോത്സവം ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 9-ന് വലിയ ആറാട്ട് മഹോത്സവം നടക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 22 ഗജവീരന്മാർ അണിനിരക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് AV ബാലൻ, ജനറൽ സെക്രട്ടറി TR രബീഷ്, മെമ്പർ സുനിൽ എന്നിവർ പങ്കെടുത്തു. CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറിയും എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PC ജോസഫിന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചരമവാർഷിക ദിനാചരണം CPM മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, തുളസി രാമചന്ദ്രൻ, AS സതീഷ്, കൃഷ്ണൻ തുപ്പത്ത്, PR ബിനേഷ്, BR സന്തോഷ് എന്നിവർ സംസാരിച്ചു. പഴയോട്ടുമുറി പാടത്തിനു സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് 2 പേർക്ക് പരിക്കേറ്റു. പഴയോട്ടുമുറി സ്വദേശികളായ കൊണ്ടപ്പറമ്പിൽ വീട്ടിൽ കരുണ, പയ്യോളി വീട്ടിൽ ഗൗരി പ്രഭ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 2 പേരെയും ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടൂർ മണ്ണൂക്കാട് ഫാത്തിമനാഥ പള്ളിയിൽ ഊട്ടുതിരുനാളിനെ കൊടിയേറി. ഫാദർ ജോയ് കടമ്പാട്ട് ഊട്ടുതിരുനാളിനെ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജിൻഡോ വേരമ്പിലാവ്, കൈക്കാരന്മാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈ മാസം 12-നാണ് ഊട്ടുതിരുനാൾ. ചിയാരം വിജയമാതാ പള്ളിയിലെ തിരുനാൾ 11, 12, 13 തീയതികളിൽ ആഘോഷിക്കും. 11-ന് വൈകിട്ട് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ജോയ് മൂക്കൻ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ 12-ന് രാവിലെ 10-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, ഫാൻസി വെടിക്കെട്ട് എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ സച്ചിൻ കല്ലിങ്ങൽ, റാഫി EU തട്ടിൽ, ജനറൽ കൺവീനർ വിപിൻ ജോസ് എരിഞ്ഞേരി, പബ്ലിസിറ്റി കൺവീനർ അഡ്വക്കേറ്റ് വിജോയ് ജോയ് പല്ലിശ്ശേരി, PRO PR മനോജ് എന്നിവർ പങ്കെടുത്തു. പാവറട്ടി തിരുവങ്കിടം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടുനിൽക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച ആരംഭിക്കും. കിഴക്കുംപാട്ട് വിനോദ് കുമാര ശർമ്മയാണ് ഭാഗവത യജ്ഞാചാര്യൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ മാസത്തെ വൈദ്യുതി ബില്ലിൽ സർചാർജ് ഈടാക്കുമെന്ന് KSEB. 19 പൈസയാണ് സർചാർജ് ഈടാക്കുക. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പും പിൻവലിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഉത്തരവിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് പുറത്തിറക്കി. പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്ന സർക്കുലർ. KPCC യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച K മുരളീധരൻ. TN പ്രതാപനും ജോസ് വള്ളൂരും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയെന്ന് മുരളീധരൻ. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കും. അധ്യയന വർഷം തുടങ്ങും മുൻപ് സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.